ഇനി ഒന്നും കൂടി പറയാനുള്ളത്, നമ്മൾ ആരെയാണോ നേരിട്ട് പോയിട്ട് ഭീഷണിപ്പെടുത്തുന്നത്, ഫോണിലൂടെയും ഭീഷണിപ്പെടുത്തുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാദ്യം തന്നെ നിയമം പഠിച്ചു വെച്ചിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ പറയാനുള്ളത്, വിളിച്ച പാട് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൊടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ തുണ എന്ന ആപ്പ് വഴി രജിസ്റ്റർ ചെയ്ത് അത് കയ്യിൽ വെക്കാൻ ശ്രമിക്കുക. കാരണം ഇപ്പോൾ ഇന്ത്യൻ സിറ്റിസൺ ബാക്കായത് അതിൻ്റെതായ പേപ്പറുകളൊക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് ഇറങ്ങി വന്നത്. അപ്പം കേസ് ഓപ്പൺ ആയിട്ടുണ്ട്. ദാറ്റ് ഈസ് നോട്ട് പ്രോബ്ലം. ഇനിയാണ് ചേഞ്ചസ് എന്തായാലും വേണം. അപ്പോൾ പറയാനുള്ളത്, ആരാണോ ഇന്നസെൻ്റ് അവരെ അത്രയും പെട്ടെന്ന് തുണ എന്ന പോർട്ടലും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് അടുത്ത പോസ്റ്റ് ഓഫീസിൽ നിന്ന് രജിസ്റ്റർ കത്താക്കിയിട്ട് അയക്കുകയും ചെയ്യണം. അപ്പം ശനിയും ഞായറും അവിടെ ആൾക്കാർ ഇല്ലെങ്കിലും ആ കത്ത് അവിടെ എത്തിക്കോളും. പക്ഷേ അയച്ചതിൻ്റെ കോപ്പിയും കാര്യങ്ങളും ലിസ്റ്റും എല്ലാം വെക്കണം. തുണ എന്ന ആപ്പുണ്ട്. കാരണം അവരൊക്കെ ഇടുന്ന വലിയ പവർഫുൾ ഇടുന്ന ആൾക്കാർ ഇട്ട് BNS സെക്ഷൻ 109 ആണ്. അപ്പോൾ അതിക്രമിച്ച് കയറിയെന്ന് ചോദിച്ചാൽ മുന്നിലേക്ക് കയറി, മുന്നിൽ നിന്നിട്ട് മൈക്ക് ചോദിച്ചില്ലെങ്കിൽ അതിക്രമിച്ച് കയറുന്നതാവില്ല. അപ്പം ഇന്ത്യൻ സിറ്റിസൺ ഒന്നിനും ഭയക്കുന്നില്ല. കാരണം പഠിച്ചവൻ്റെ സന്നിധിയാണ് സത്യം എന്നും മറ നീക്കി വരും. അത് ഞാൻ മരണപ്പെട്ടാലും വരും. സോ നിങ്ങളോടാണ് പറയാനുള്ളത്, സിറ്റിസന്മാരോടാണ് പറയാനുള്ളത്, ഇന്നസെൻ്റ് ആരാണോ ഒന്നിക്കിൽ പോസ്റ്റ് ഓഫീസ് പോയി കത്തയക്കാൻ, രജിസ്റ്റർ കത്തയക്കാൻ ശ്രമിക്കുക. അത് അല്ലെങ്കിൽ തുണ മൊബൈലിലുണ്ട്, കമ്പ്യൂട്ടറിലുണ്ട് തുണ ആപ്പ്. അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ്റെ എല്ലാ ഇമെയിൽ ID ഉണ്ട്, അതിലേക്ക് നേരിട്ട് അയക്കുക. മറന്നു പോകരുത്. അതും കൂടി ഇതിൽ റിവീൽ ചെയ്യുന്നു.